ജോലിക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? പഠിച്ചാൽ ജോലി കിട്ടുമോ? ഈ രണ്ട് അനുഭവമുള്ള ഒരാളാണ് എൻ്റെ കൂടെ എന്നുള്ളത് നന്ദു നാരായണൻ. +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ജോലി ചെയ്തു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ ക്യാമ്പസിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നന്ദു നാരായണൻ. ആൾ ആർട്ടിസ്റ്റിക്കായിട്ട് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. മ്യൂസിക്, ആർട്ട് നമുക്കറിയാമല്ലോ. അതുപോലെ കലാമേഖലകളിൽ മിമിക്രി ആണ് സ്പെഷ്യലൈസേഷൻ. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും എന്തുകൊണ്ട് ജോലിക്ക് ശേഷം വീണ്ടും പഠനത്തിലേക്ക് വന്നു എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ബേസിക്കലി +2 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആർട്ട് മേഖലയെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു നന്ദു. എന്തുകൊണ്ടാണ് പിന്നീട് അത് ഹിസ്റ്ററിയിലേക്ക് പഠനം പോയി ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു? എന്നാലും ആ ഒരു ആർട്ട് മേഖല തുടർന്നു, മീഡിയയിലൊക്കെ വന്നു. എനിക്ക് തോന്നുന്നത് ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് വിവിധ മീഡിയകളിൽ അമൃത TV വന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ജേണി ഒന്ന് പറയാമോ? ഞാൻ ഹിസ്റ്ററി എടുക്കുന്നത് എനിക്കൊരു ലക്ഷ്യമില്ല. മീൻസ് നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ നാസർ സാറിൻ്റെ ആ ഒരു ആൾ പഠിപ്പിക്കുന്നതിൻ്റെ രീതിയും അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ആർക്കിയോളജിക്കലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത്, ഡിഗ്രിക്ക് ഹിസ്റ്ററി എടുക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 3 വർഷത്തോളം എനിക്ക് ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ജോലിക്ക് കയറി. തുടർന്നും എനിക്ക് ഡിഗ്രി പഠിക്കണമെന്നുണ്ട്, അല്ല PG എനിക്ക് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജോബിന് കയറി. നമ്മുടെ തൃശ്ശൂർ ഹെഡ് ഓഫീസായിട്ടുള്ള മണ്ണൂത്തിയിൽ നിന്ന് ഇസാഫിൻ്റെ ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കീഴിൽ CSO എന്നുള്ള ഒരു കാറ്റഗറിക്ക് കസ്റ്റമർ സർവീസ്. അങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പ് എന്തൊരു കോഴ്സൊക്കെ ചെയ്തല്ലേ? ഇപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യുക, ജോലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇപ്പോൾ SSLC +2 കഴിയുമ്പോൾ തന്നെ അതിന് പോവുക. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നന്ദു? എനിക്കുണ്ടായിരുന്നു. ഒരു കോഴ്സിന് പോയി അല്ലേ? എന്തായിരുന്നു കോഴ്സ് ചെയ്തത്? ഞാൻ ബാങ്കിങ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു 6 മന്ത്, അറൗണ്ട് 6 മന്ത് കസ്റ്റമർ റിലേഷൻ. അതെ, 2 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതായത് ഞാനിവിടെ അരീക്കോട് പുത്തലത്തുള്ള ബ്രാഞ്ചിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ജോബിന് കയറുമ്പോഴേ മീൻസ് നമ്മുടെ ഷോർട്ട് ടേം ജോബ്സ് എന്ന് പറയുന്നത് ജോബ് കിട്ടും, ഉറപ്പാണ്, കൺഫേം ആണ്. നമ്മൾ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ടോ, ഇറങ്ങി കഴിയുമ്പോൾ ജോബ് ഉറപ്പാണ്, നമ്മുടെ കയ്യിൽ സെക്യൂർഡാണ്. ഷോർട്ട് ടൈം കോഴ്സ് ചെയ്താലും ജോലി കിട്ടും. ജോലി എന്തായാലും കിട്ടും. അറൗണ്ട് ഒരു 80,000 പേയ്മെൻറ്റ് ഉണ്ടാവും, സാലറി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ PF, ESF അങ്ങനെ കുറേ സാധനങ്ങളും അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ജോബ് ഉണ്ടാവും, പക്ഷേ എന്തിനേയും നേരിടാൻ പാകത്തിനെ നമ്മൾ ജോലിക്ക് കയറാവുള്ളൂ. ഇപ്പോൾ ഷോർട്ട് ടേം ജോബ്സിൻ്റെ ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ജോബ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ അതിലൂടെ പ്രഷറായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ഞാൻ ആ ജോലി ഏകദേശം ഒരു 1 ഇയറോളം ഞാൻ പിടിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായത് ജോലിയുടെ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഒരു തൊഴിൽ രോഗങ്ങൾ പുസ്തകം ഉണ്ടായിരുന്നു, നേരത്തെ ഇറങ്ങിയ പുസ്തകം. ജോലിക്ക് പോയതിനു ശേഷം രോഗം തുടങ്ങും. തീർച്ചയായിട്ടും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വിചാരിക്കും പൈസ കിട്ടും വിചാരിച്ചാൽ പോകും, പക്ഷെ അവിടെ നമുക്ക് കുറെ അസുഖങ്ങൾ ആരംഭിക്കും വരിക. കാരണം മാനസികമായിട്ട് തള്ളും നമ്മൾ. പിന്നെ നമ്മുടെ പാഷനുകൾ ചെയ്യാം. ഇപ്പം സാറ് പറഞ്ഞ പോലെ എനിക്ക് കലാമേഖല ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റാണ്ടായി. ഞാനത് മറന്നുപോയി. സ്വാഭാവികമായിട്ട് കലാമേഖല ഞാൻ മറന്നുപോയി. ശരിക്കും ഞാൻ ഇടയ്ക്ക് വിളിക്കായിരുന്നു ഓരോ പ്രോഗ്രാം. അപ്പോഴാണ് എനിക്ക് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാവുന്നത്. സോ നമ്മൾ കൂടുതലായിട്ടും കമ്പനി അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് ഷോർട്ട് ടേം ജോബ്സിന്റെ പ്രത്യേകത. ഇപ്പൊ പാഷൻ ടു പ്രൊഫഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ പാഷനെ പ്രൊഫഷൻ ആക്കി ആ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ഇല്ല, നമ്മൾ പാഷൻ അല്ലായിരുന്നു. ഇപ്പോൾ നീ പോയി കമ്പനിയിൽ ജോലി ചെയ്ത ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻ, ബട്ട് അത് നീ ചെയ്തു, അത് നമ്മൾ മനുഷ്യന്മാർ ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു പാഷനെ നമ്മളെ കരിയറാക്കി മാറ്റുകയാണെങ്കിൽ കിട്ടുന്ന ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിന്ന പൊസിഷനിൽ നിന്നും എനിക്കൊരു 1.5 വർഷം കൊണ്ട് വേണമെങ്കിൽ മാനേജർ വരെ ആസ് മൈ പെർഫോമൻസ്, ഓക്കെ, ബേസ്ഡ് ഓൺ മൈ പെർഫോമൻസ് എനിക്ക് വേണമെങ്കിൽ എത്താം. പക്ഷെ അത് നമ്മൾ സാറ് പറഞ്ഞ ഇഷ്ടപ്പെട്ട് ചെയ്യണം. കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യണം. സോ അവിടേക്ക് എത്താനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ അത് എന്തായാലും ഈ ഒരു ഷോർട്ട് ടേം ജോബ്സിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ പലപ്പോഴും +2 കഴിഞ്ഞ് ഞങ്ങൾക്ക് ഷോർട്ട് ടേം കോഴ്സ് ചെയ്തു 6 മാസം കഴിഞ്ഞ് നേരെ 80,000, 50,000, 60,000 സാലറി കിട്ടുന്നു എന്ന് പറഞ്ഞ് ഒരു ജോലിക്ക് പോകുന്നു. ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് അവർ എത്തണമെങ്കിൽ അവർക്ക് ഡിഗ്രി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു ബാരിക്കേഡ് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ PG ചെയ്യാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കാം. മീൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. സോ പെട്ടെന്ന് ഒരാൾക്ക് ഒരിക്കലും പഠിത്തത്തിലേക്ക് റിക്കവർ ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
സോ ഞാൻ സത്യം എനിക്കറിയാം. നമ്മൾക്ക് ജോലിയുടെ പല എൻക്വയറീസും നൽകുമ്പോൾ കരിയർ മാപ്പിംഗ് ടി വിയുടെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ കുറേ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ കുട്ടികളെ അറിയിക്കുമ്പോൾ നീ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ജോലി തന്നെയായിരുന്നു നന്ദുവിൻ്റെ ഒരു പ്രധാന മാറ്റർ. എങ്ങനെയെങ്കിലും ജോലിയിലേക്ക് എത്തണം, സാമ്പത്തികം ഉണ്ടാക്കണം, കുടുംബം നോക്കണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ജോലി കഴിയുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ജോലിയിൽ നമ്മൾ എത്തിയിട്ടില്ല തോന്നൽ കൊണ്ട് പഠനത്തിലേക്ക് തിരിച്ചു വരും. പഠനത്തിൽ തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം എൻ്റെ മൈൻഡെല്ലാം ഞാൻ ഓക്കെയാണ്. ബിക്കോസ് പഠിക്കാനെങ്ങനെയെങ്കിലും എല്ലാം ഓക്കെയാണ്. കാരണം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പി ജിക്ക് വരുന്നത്, അതും വലിയ ക്യാമ്പസിൽ, കാരണം സെൻട്രൽ ക്യാമ്പസിൽ. ഓക്കെ, തീർച്ചയായിട്ടും പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുന്ന് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നിൻ്റെ ആർട്ട്, എസ്പെഷ്യലി നന്നായിട്ട് പിന്നെ മിമിക്രി അവതരിപ്പിക്കും കേട്ടോ. ഒരു മിമിക്രിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചാൽ നന്നായിരുന്നു. ആ മിമിക്രിയെ ഇഷ്ടപ്പെടുന്ന നന്ദുവിന് ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടൂലേ? തീർച്ചയായും. ഒരു മിമിക്സിലെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് പണ്ടും അന്നും ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സംഭവം ചെയ്തു നോക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. நண்பார வாக்காள பெருமக்களை பார்த்து ஓட்டு போடுங்க. ஓட்டு போடுறது முக்கியம். நம்ம ஊருக்கு ஒரு பிரச்சனை இல்லை, நம்ம ஸ்டேட்டுக்கு ஒரு பிரச்சனை இல்லை, நம்ம நண்பனுக்கு ஒரு பிரச்சனை இல்லை, நம்ம காலேஜுக்கு ஒரு பிரச்சனை இல்லை, அவங்க கூட சேருங்க. அது இல்லையே நம்ம ஜாதிக்கு ஒரு பிரச்சனை, நம்ம மதத்துக்கு ஒரு பிரச்சனை, அவங்க கூட கண்டிப்பாக சேராதீங்க. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും പിന്നെ ഇവിടെ നിന്ന് ഒരു സൗണ്ട് എടുക്കാറ് ഇങ്ങനെ, അത് ബീ ബോക്സിംഗ് ആണ്. ബീ ബോക്സ്, അതായത് മിമിക്രിയിൽ പല തലങ്ങളും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് നന്നായി കുട്ടികളുടെ ഇടയിൽ നല്ലൊരു ഓഡിയൻസിന്റെ മുന്നിൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു. നാടൻ പാട്ടിൽ അതുപോലെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു 2 ലൈൻസ്. ഞാൻ നാടൻ പാട്ട് ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകളാണ് നോക്കിയിട്ടുണ്ട്. നമ്മൾ സെർച്ച് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അതിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നൊരു സാധനമുണ്ട്, നമ്മുടെ 47 പാളത്തെയും എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ആർട്ടാണത്. അതിലെ കുറച്ച് വരികളൊന്നും പറയാം. ലയ്യയ്യായോ ലയ്യയ്യായോ ലമ്മാദേവേ, ലയ്യയ്യായോ ലയ്യയ്യായോ ലമ്മാദേവേ, മുത്തപ്പൻ്റെ പേരുതാണോ പേര് കേൾക്കുമ്പോഴേ, മുത്തിയമ്മ പേരുതാണോ ചുള്ളിമാടത്തമ്മ, ലയ്യയ്യായോ ലയ്യയ്യായോ ലമ്മാദേവേ, ലയ്യയ്യായോ ലയ്യയ്യായോ ലമ്മാദേവേ. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളിലാണ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നോക്കൂ, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് നമ്മളൊരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ കെയർ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് തന്നെ പറയുന്നുണ്ട്. MI എന്ന് പറഞ്ഞാൽ 9 ടൂളുകളുണ്ട്. ഒരു വ്യക്തിയുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. പണ്ട് മാത്സ് അറിയുന്നവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ആ മാത്സ് അറിയണം, അവർ മോശക്കാരൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആർട്ടിസ്റ്റിക് സ്കില്ലുള്ളവർക്കും അതുപോലെ കെനസ്തെറ്റിക്, അത് സ്പോർട്സ് മേഖല സ്കില്ലുള്ളവർക്കൊക്കെ ജോലിയും സാധ്യതകളുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് ഒരു ജോബിലേക്ക് എത്തുക, അതാണ് പ്രൊഫഷണലിസം എന്ന് പറയാം, പാഷൻ ടു പ്രൊഫഷൻ. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കരിയർ മാപ്പ് TV-യിലൂടെയും അതുപോലെ നമ്മുടെ ഇത്തരം സുഹൃത്തുക്കളിലൂടെയൊക്കെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. സോ വി ക്യാൻ ട്യൂൺ ആൻഡ് ജോയിൻ വിത്ത് us ആൻഡ് കണ്ടിന്യൂ വിത്ത് us. താങ്ക് യു വെരി മച്ച് നന്ദു നാരായൺ. താങ്ക് യു സർ.